ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഈവനിങ് വ്ളോഗ്. സോ ദേ ഈവനിങ് വാക്കിന് ഇറങ്ങിയതല്ല കേട്ടോ, അത് ഗോതമ്പ് പിടിക്കാൻ വേണ്ടി വന്നതാട്ടോ. മില്ലിലോട്ട് വന്നതാണ്. ഇത് വേറൊരു സ്ഥലം കേട്ടോ. ഇന്ന് കാലത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തതാട്ടോ. ബട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ വീഡിയോസ് എല്ലാം പോയി കിട്ടി. എൻ്റെ ഗാലറി സ്റ്റക്കായി. അതുകൊണ്ടാട്ടോ ഞാൻ അമ്പലമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കട്ടാക്കട്ടോ. പക്ഷേ ഇവിടെ കുറച്ച് റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉള്ളത് സ്റ്റക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് വിചാരിക്കില്ല കേട്ടോ. സോ ഈ അമ്പലത്തിന് മുന്നിൽ എടുക്കുമ്പോൾ കുറച്ച് റേഞ്ചിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് വാക്ക് പോലെ ആയിട്ട് എനിക്കൊന്ന് ജസ്റ്റ് നടന്നിട്ട് എക്സസൈസ് ചെയ്യണം. എൻ്റെ 68 kg ആദ്യത്തെ ടാർഗറ്റ് 60 kg ആക്കാൻ കേട്ടോ. അതിനുശേഷം അത് 58 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബേസിക് എക്സസൈസസ് ഫ്രം കിച്ചൺ ആൻഡ് മുറ്റമടിക്കൽ. ഓക്കെ, എന്താ ഇപ്പോൾ കഥയ്ക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ഗേറ്റിൻ്റെ വെളിയിലെത്തട്ടെ, എന്നിട്ട് പറയാം. സോ അതേ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് ചെറിയൊരു കറി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. ഞാൻ സോയാബീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, A to Z. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സോക്ക് ചെയ്യാനായിട്ട് എനിക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ സോക്ക് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു ചൂടുവെള്ളത്തിലാണ് ഞാൻ സോക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ നമ്മൾ കുറച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്യാൻ പോകും. ഇവിടെ ടാപ്പ് ചെറിയൊരു കേടുണ്ട് കേട്ടോ, അതാണ് ഞാൻ കാണിക്കാത്തെ. കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കുക കേട്ടോ. ഞാൻ സ്റ്റൗവിൽ വെക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം ഞാൻ സോയാബീൻ സോക്ക് ചെയ്യാം കേട്ടോ. അതെൻ്റെ ബ്രദറിൻ്റെ ഒരു റെസിപ്പി ആട്ടോ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിൽ മേ ബി ഒണിയൻ ഉണ്ടാവാം, മേ ബി തക്കാളി ഉണ്ടാവാം കേട്ടോ. സോ അങ്ങനെ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് സോ ആദ്യത്തെ വെള്ളം നല്ലപോലെ ചൂടാക്കാനായിട്ട് വെക്കുക. ഇതെൻ്റെ ബ്രദറിൻ്റെ റെസിപ്പി ആട്ടോ. അത് എന്തായാലും ഫെയിൽ ആവില്ല എന്ന് വിചാരിക്കുന്ന ഈ റെസിപ്പി. സോ നമ്മളിതിന് ഇതിലോട്ട് കുറച്ച് കൊട്ടാനായിട്ട് പോകട്ടെ. എല്ലാം കൂടി കുറച്ച് വേണ്ടത് അത്യാവശ്യം എത്ര വെച്ചാൽ അതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത്ര സോയാബീനാണ്. ഇപ്പോൾ കുറച്ചൊരു ക്വാണ്ടിറ്റി കുറവാണ് എടുക്കുന്നുള്ളൂ. അതായത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ചെയ്ത് വേണം കുക്കിംഗ് പഠിക്കാൻ കേട്ടോ. അപ്പോൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ. അതിന് എന്ത് ഒരു ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് ഉപ്പിടാൻ പോവുകയാണേ. ഇതിൽ കുറച്ച് കല്ലുപ്പാട്ടോ ഇടുന്നത്, ഒരു നുള്ളി കല്ലുപ്പ് മാത്രമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. സോ ഇതിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് എൻലാർജ് ആയിട്ട് വരും കേട്ടോ. പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ചില കമൻസ് ഒക്കെ വരുന്നുണ്ട്, അതായത് നല്ലൊരു പാത്രം യൂസ് ചെയ്യൂന്ന് പറഞ്ഞിട്ട്. ഈ സ്റ്റീലിന്റെ ആക്ച്വലി കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുക്കിംഗ് കാണുമ്പോൾ തന്നെ നല്ല നല്ല പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവും. എനിക്കറിയാം അതൊരു യൂട്യൂബിന്റെ ടെക്നിക്കാണെന്നുള്ളത് എനിക്കറിയാം. അതിന്റെ അൽഗോരിതം അങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുക. അതായത് പെട്ടെന്ന് ആളുകൾക്ക് അട്രാക്ഷൻ വരും കേട്ടോ. പക്ഷെ ഞാനിത് തട്ടിക്കൂട്ട് റെസിപ്പീസാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. എനിക്ക് സഡൻ ആയിട്ട് ചെയ്തത് കൊണ്ട് പ്ലാനിങ്ങോടെയല്ല കുക്കിംഗ് ഞാൻ എപ്പോഴും ചെയ്യും. നമ്മൾ വീട്ടമ്മമാർക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇത് കുറച്ച് നേരം സോക്ക് ആവട്ടെ. സോ പെട്ടെന്നുള്ള റെസിപ്പി ആട്ടോ. അതുകൊണ്ട് ഒരു ചെറിയ തക്കാളി, ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ സോയാബീൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു ഉള്ളി കേട്ടോ. ഇതെല്ലാം നന്നായി ഉള്ളി തൊലിച്ചിട്ട് ഞാൻ നന്നായി വാഷ് ചെയ്യും, ഇതും വാഷ് ചെയ്യും കേട്ടോ. സോ ഇത് വേഗം ഒന്ന് കട്ട് ചെയ്തിട്ട് പീസസ് ആക്കട്ടെ കേട്ടോ. വെൽക്കം ബാക്ക്. പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം പെട്ടെന്നായിട്ട് ഇത് പറഞ്ഞു വിട്ടാക്കാം കേട്ടോ. അത് പാൻ ഇതാട്ടോ. ഞങ്ങളിത് കറിയൊക്കെ വെക്കാൻ ഇടയ്ക്ക് ഈ പാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പാനിൽ ഇത് പാനല്ല, അത് വേറെ കുറച്ച് ഉള്ളിലേക്ക് ഒരു ഇതുള്ളതാണ്, കുറച്ച് ഡീപ്പായിട്ട് പോകുന്നൊരു സംഭവം കേട്ടോ. ഇനി ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ ഇട്ടു. പാൻ ഓൾറെഡി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഇട്ടു. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കടുക് കുറച്ചായിട്ട് ഇടുക കേട്ടോ. അതായത് കടുക് ഒരു നുള്ള് എടുത്ത് ഇടുക. അപ്പോൾ പൊട്ടിയ പോലെ ഉണ്ടാവും. അതൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ആരും ഇത് പെട്ടെന്ന് പോയിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യരുത്. കാരണം ഇത് ഞാൻ കോപ്പി അടിച്ചത്, എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് കോപ്പി അടിച്ച റെസിപ്പി കേട്ടോ. സോ അപ്പോൾ ഈ റെസിപ്പി നന്നായിട്ട് എഫക്റ്റീവ് ആവുന്നത് അവൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുമ്പോൾ മേ ബി അത് എഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ ഇതിലിനി നമുക്ക് ചെയ്യാനുള്ളത് കറിവേപ്പില പൊട്ടി നമ്മൾ കുറച്ച് ഇത്ര സോയാബീൻ ആട്ടോ എടുക്കുന്നത്. ഇത്ര സോയാബീൻ നമ്മൾ ഇട്ടിട്ട് പൊട്ടിയ സൗണ്ട് കേൾക്കുന്നില്ലേ, ഇതിട്ടു. നോൺ സ്റ്റിക്ക് ആട്ടോ ഇത്. അപ്പം ഇതിൽ നമ്മൾ വുഡിൻ്റെ ഇവിടെ ഓൾറെഡി പിടിക്കാൻ പ്ലാസ്റ്റിക്കിനില്ല. അപ്പോൾ വുഡിൻ്റെ ഇത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്, അതുപോലെ കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യാം. പിന്നെ നന്നായിട്ട് ചെയ്യട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ഇത് നന്നായി കോരി എടുക്കാൻ പോവുക. അപ്പം അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. അതായത് ഒരു നുള്ളു, അതായത് ആദ്യം നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് പൊടിയുപ്പാണ് ആഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓൾറെഡി കല്ലുപ്പ് ഇട്ടിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. സോറി, ഇത് കല്ലുപ്പാണ്.
അതിൻ്റെ പൊടി ഉപ്പിട്ടിട്ട് നമ്മൾ ചൂടാക്കണം കേട്ടോ. കുറച്ച് പൊടി ഉപ്പിട്ടിട്ട് ചൂടാക്കണം, കാരണം നമ്മളിത് ക്വാണ്ടിറ്റി കുറവാണ്. സോ കുറച്ച് പൊടി ഉപ്പിട്ടാൽ മതി. ഇനി അതിനുശേഷം നമ്മൾ കുറച്ച് ഒണിയൻ മിക്സ് ആക്കാനായിട്ട് നോക്കുക കേട്ടോ. ഒണിയൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എല്ലാവരുടെയും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒണിയൻ ഇട്ടിട്ട് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ മുളക് പൊടി ഇടണം, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി കേട്ടോ. ഇത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെ ആഡ് ചെയ്യണം നോക്കാം. നമുക്ക് സോസും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ സോയാ സോസാണ് മിക്കവാറും ഉണ്ടാകാറുള്ളത്. അപ്പൊ ഏത് സോസാണോ ഉള്ളത് അത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് തക്കാളി കൂടി മിക്സ് ആക്കാനായിട്ട് പറ്റുള്ളൂ. തക്കാളി കൂടി മിക്സ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടി നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സ്റ്റിർ വെൽ എന്ന് പറയില്ലേ, നമ്മൾ ഈ പാക്കറ്റിന്റെ പുറകിലൊക്കെ എഴുതില്ലേ സ്റ്റിർ വെൽ, അതുപോലെ നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി അത് ഫ്ലെയിം ഞാൻ 4-ലാണ് വെച്ചിരിക്കുന്നത്. അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായി വഴഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളിയുടെ ഒരു പച്ചമണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഉള്ളിയുടെ പച്ചമണം പോകുന്ന വരെയും നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് നോക്കണേ. ഉള്ളിയുടെ പച്ചമണം പച്ചമണം പോയി കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം ലോ ആക്കാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഉള്ളിയുടെ ഒരു ബ്രൗൺ കളർ എത്തുന്നതിന് മുമ്പ് ഒരു സ്മെല്ല് വരില്ലേ, അത് കറക്റ്റായിട്ട് ഇവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്റെ റെസിപ്പി കൊളവാവാതെ നോക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. സോ ഇപ്പൊ ഇന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ഇനി ഇതിൽ നമ്മൾ മുളക് പൊടി കുറവാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അവിടെ ഒരു ടൊമാറ്റോ സോസ് ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ അതിടാം. അതിന് മുമ്പ് നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി, ടൊമാറ്റോ സോസ് ഓൾറെഡി ഇടുന്നതുകൊണ്ട് മുളക് പൊടി കുറച്ച് മിനിമം, അതായത് കുറച്ചായിട്ട് ഇടുന്നുള്ളൂ ഞാൻ. പിന്നെ സോസ് നമ്മൾ നോക്കാട്ടോ, ലാസ്റ്റ് ഇടാം അല്ലെങ്കിൽ ഇടയിൽ ഇടാം കേട്ടോ. സോ ഇത് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുവാണേ. തക്കാളിയുടെ മണം വെളിയിലേക്ക് വരാൻ തുടങ്ങിട്ടോ. തക്കാളി നമുക്കൊന്നിങ്ങനെ ഈ കയ്യിൽ വെച്ച്, ഇതിന് ഞങ്ങൾ കയ്യിൽ നട്ടോ പറയാം പാലക്കാട്ടുകാർ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഉടയ്ക്കണ്ട, നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം മിക്സ് ആക്കുക കേട്ടോ. ഇനി നമ്മൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടില്ല, അപ്പൊ മഞ്ഞപ്പൊടി ആഡ് ചെയ്യണം. ചുമ വരാൻ തുടങ്ങിട്ടോ. എനിക്ക് കുറച്ച് ഈ പൊടിയുടെ അലർജി ഉണ്ട്. മുളക് പൊടിയും ഇതെല്ലാം തട്ടിക്കഴിഞ്ഞ് പെട്ടെന്ന് തുമ്മൽ ചുമ അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് മല്ലിപ്പൊടി, അത് 1 ടീസ്പൂൺ ഇട്ടാൽ മതി, 1 ടേബിൾ സ്പൂൺ ആയിട്ട് ഇടല്ലേ കേട്ടോ. പിന്നെ അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ. ഞാൻ ഇതിൽ പ്ലേറ്റിലാക്കുകയാണ്. ഇങ്ങനെ ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യണോ നോക്കാം കേട്ടോ. സോ ഇത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് മൂക്കിലോട്ട് അടിച്ച് കീഴുന്നുണ്ട്. അപ്പം അത്രയും ടേസ്റ്റി ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ പോയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് ഇപ്പോഴല്ല, ഫുഡ് എല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം. ഇനി ഇത് നമ്മൾ കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ടൊമാറ്റോ സോസാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്ര ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കാം. ഇതിലിനി നമുക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താൽ ഇത് ഇത്ര തന്നെ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പൊ സോസിന്റെ ഒരു സ്മെല്ല് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു ഇത്തിരി വെള്ളം, അതായത് കുറച്ച് വെള്ളം, മീൻസ് ഒരുപാട് വേണ്ട, എടുക്കുവാണെന്നുള്ളത് എടുക്കുക. അതായത് ഇപ്പോൾ ഞാൻ ഇതില് ഈ ഒരു പാത്രത്തിലാണ് എടുക്കുന്നത്. കുറച്ച് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. നോക്കിക്കോ ഇത് എത്രയാന്ന്. ഇത്ര വെള്ളം എന്നിട്ട് നോക്കി നോക്കി ആഡ് ചെയ്താൽ മതിയേ.
ഇതിന് മണം നന്നായിട്ട് വരണം കേട്ടോ. അതായത് സോയാബീനൊക്കെ നന്നായിട്ട് ഇപ്പോൾ നന്നായി മെൽട്ട് ആയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇതിൽ ബട്ടർ കൂടി മേലെ കൂടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതിൻ്റെ ഈ ബട്ടർ മിക്സ് ആക്കിയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു എനിക്ക് ബ്രദർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിത് അതെല്ലാം കൂടി സോസും ബട്ടറും എല്ലാം കൂടി നോക്കി ഞാൻ ഒണിയൻ ടൊമാറ്റോ എന്ന് പറഞ്ഞില്ല, അതിലെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. പക്ഷെ അവൻ വെച്ച് കഴിഞ്ഞാൽ എന്തൊരു പെർഫെക്ഷനാണ്. കാരണം എന്നെക്കാളും പെർഫെക്ഷൻ. എനിക്ക് അത് ഭയങ്കര അസൂയ കേട്ടോ സത്യം പറഞ്ഞാൽ. എന്ത് രസമെന്ന് അറിയോ. ഒരിക്കൽ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഷമാമിൻ്റെ ഒരു ഷേക്ക് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനത്തെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷമാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു വെറുതെ ചുമ്മാ പറയുന്നതാണോ പറഞ്ഞപ്പോൾ, അല്ല സീരിയസ്ലി സെയിങ്, അവൻ നന്നായി ചെയ്യാനുള്ള ടാലന്റ് ഉണ്ട്. അവൻ ചേച്ചി തന്നെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു ജലസ് ഫീൽ ഉണ്ട്, എന്നാലും അത്ര എത്തിയില്ലെങ്കിലും ഓക്കെ. സോ അതേ നമ്മൾ ഇത് നിർത്താൻ പോവുകയാണ്. ഇനി ഇതില് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എന്താണ് കുറവ് എന്താണ് കൂടുതൽ പറയാട്ടോ. അത് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. നമ്മുടെ സോയാബീൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം. ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. മീൻസ് എല്ലാം കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ അമ്മ എന്നോട് പറഞ്ഞ കുറച്ച് സോയാ സോസും കുറച്ചും കൂടി നമുക്ക് മസാലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സോയാ സോസും പിന്നെ മല്ലിയില പിന്നെ ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെ അതുപോലെ ചെയ്തോട്ടോ. ഇത് പക്ഷേ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.